your fucking hands up. Hi friends, welcome to Adijit Learning. അപ്പോൾ ഇന്നത്തെ ക്ലാസ് CBSE ക്ലാസ് 10 സയൻസ് ചാപ്റ്റർ ഫസ്റ്റ് കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ഇക്വേഷൻസിലെ സൊല്യൂഷൻസിൻ്റെ പാർട്ട് 1 വീഡിയോയാണ്. ഈ ചാനൽ ഇഷ്ടപ്പെടുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് കറക്റ്റായി ലഭിക്കുന്നതായിരിക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഷുഡ് മെഗ്നീഷ്യം റിബൺ ബി ക്ലീൻ ബിഫോർ ബേണിംഗ് ഇൻ എയർ? എന്തുകൊണ്ടാണ് നമ്മൾ മെഗ്നീഷ്യം റിബൺ എയറിൽ ബേൺ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്തുകൊണ്ടാണ് ക്ലീൻ ചെയ്യുന്നത്? മെഗ്നീഷ്യം ഈസ് എ റിയാക്റ്റീവ് മെറ്റൽ. മെഗ്നീഷ്യം എന്ന് പറയുന്നത് ഒരു റിയാക്റ്റീവ് മെറ്റലാണ്. വെൻ ഇറ്റ് ഈസ് എക്സ്പോസ്ഡ് ടു അറ്റ്മോസ്ഫിയർ ഫോർ ലോങ്ങർ ടൈം ദ ഓക്സിജൻ പ്രസൻറ്റ് ഇൻ ദ അറ്റ്മോസ്ഫിയർ കമ്പൈൻസ് ആൻഡ് MgO മെഗ്നീഷ്യം ഓക്സൈഡ് ഈസ് ഫോംഡ് ഓൺ ദ മെറ്റൽ സർഫസ്. അപ്പോൾ മെഗ്നീഷ്യം ഒരു റിയാക്റ്റീവ് മെറ്റലാണ്. അതുകൊണ്ട് തന്നെ അത് നമ്മൾ കുറച്ച് നേരത്തേക്ക്, അതായത് കുറച്ച് കൂടുതൽ നേരത്തേക്ക് നമ്മൾ അറ്റ്മോസ്ഫിയറിൽ ഇത് എക്സ്പോസ് ചെയ്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അറ്റ്മോസ്ഫിയറിൽ പ്രസൻ്റ് ആയിരിക്കുന്ന ഓക്സിജൻ ഈ മെഗ്നീഷ്യവുമായിട്ട് കമ്പൈൻ ചെയ്ത് മെഗ്നീഷ്യം ഓക്സൈഡ് ഫോം ചെയ്യുന്നു. അതായത് മെറ്റൽ സർഫസിൽ മെഗ്നീഷ്യം ഓക്സൈഡ് ഫോം ചെയ്യുന്നു. ദിസ് ഓക്സൈഡ് ലെയർ ഡസ് നോട്ട് ബേൺ ഇൻ ദ ഫ്ലെയിം, സോ മെഗ്നീഷ്യം റിബൺ ഹാസ് ടു ബി ക്ലീൻ വിത്ത് സാൻഡ് പേപ്പർ ബിഫോർ ബേണിംഗ് ഇൻ എയർ. ഈ ഓക്സൈഡ് ലെയർ നമുക്ക് ഫ്ലെയിമിൽ കാണിച്ചു കഴിഞ്ഞാൽ ഈ ഓക്സൈഡ് ലെയർ ഉള്ളത് കൊണ്ട് തന്നെ അത് കത്തുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ മെഗ്നീഷ്യം റിബൺ നമ്മൾ കത്തിക്കുന്നതിന്, അതായത് ബേൺ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അത് സാൻഡ് പേപ്പർ വെച്ച് നന്നായി നല്ല വൃത്തിയായി ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ എയറിൽ വെച്ച് ബേൺ ചെയ്യാൻ പാടുള്ളൂ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ബാലൻസ്ഡ് ഇക്വേഷൻസ് ഫോർ ദ ഫോളോയിങ് കെമിക്കൽ റിയാക്ഷൻസ്. എ, ഹൈഡ്രജൻ പ്ലസ് ക്ലോറിൻ ഗീവ്സ് ഹൈഡ്രജൻ ക്ലോറൈഡ്. അപ്പോൾ ഹൈഡ്രജൻ എന്ന് പറയുമ്പോൾ H2 ആണ്, ക്ലോറിൻ എന്ന് പറയുമ്പോൾ Cl2 ആണ്, HCl എന്ന് പറയുമ്പോൾ ഹൈഡ്രജൻ ക്ലോറൈഡ് എന്ന് പറയുമ്പോൾ HCl. അപ്പോൾ H2Cl2. അപ്പോൾ നമ്മളവിടെ ബാലൻസ്ഡ് ഇക്വേഷൻസ് എങ്ങനെ എഴുതും? ബാലൻസ്ഡ് ഇക്വേഷൻ എങ്ങനെ എഴുതും? A H2 plus Cl2 gives 2HCl. B question, ബേരിയം ക്ലോറൈഡ് പ്ലസ് അലുമിനിയം സൾഫേറ്റ് ഗീവ്സ് ബേരിയം സൾഫേറ്റ് പ്ലസ് അലുമിനിയം ക്ലോറൈഡ്. ബേരിയം ക്ലോറൈഡ് എന്ന് പറയുമ്പോൾ BaCl2, അലുമിനിയം സൾഫേറ്റ് എന്ന് പറയുന്നത് Al2SO4 ആണ്, SO4 ത്രൈസ് ആണ്. ബേരിയം സൾഫേറ്റ് എന്ന് പറയുമ്പോൾ BaSO4, അലുമിനിയം ക്ലോറൈഡ് AlCl3. അപ്പോൾ ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഞാൻ ആ സെക്കൻഡ്, അതായത് ബി പാർട്ടിലെ ബാലൻസ്ഡ് ഇക്വേഷൻ എഴുതിയിരിക്കുന്നതിൽ അവിടെ SO4 ഞാൻ ഇട്ടിട്ടില്ല. SO4 ത്രൈസ് ആണ്. അവിടെ SO കഴിഞ്ഞിട്ട് അവിടെ ഒരു 4 ഉണ്ട്. SO4 ത്രൈസ് ആണ്. ഞാൻ ടൈപ്പ് ചെയ്തപ്പോൾ അത് ജസ്റ്റ് മിസ്റ്റേക്ക് വന്നതാണ്. അപ്പോൾ അത് ഞാൻ തിരുത്തി തന്നു. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ എഴുതിയെടുക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ വേണം മനസ്സിലാക്കാൻ. അതായത് തെറ്റ് ഞാനത് ടൈപ്പ് ചെയ്തിരിക്കുന്നതല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഓഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നതാണ്. 3BaCl2 plus Al2SO4 thrice gives 3BaSO4 plus 2AlCl3. C question, sodium plus water gives sodium hydroxide plus hydrogen. അപ്പോൾ 2Na plus 2H2O gives 2NaOH plus H2. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടുപോവുക. കാരണം സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ഈ ടൈപ്പ് ചെയ്തിരിക്കുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ തന്നെ ഞാനത് ഓഡിയോയിലായിരിക്കും ഞാനത് തിരുത്തുന്നത്. ഓഡിയോയിലായിരിക്കും ആ മിസ്റ്റേക്ക് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടുപോവുക. ഓഡിയോയും കൂടെ കേട്ട് തന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകരുത്, ഓഡിയോയും കൂടെ കണ്ടു പോവുക. Third question, write the balanced equations with the state symbols for the following reactions. A question, solutions of barium chloride and sodium sulfate in water react to give insoluble barium sulfate and the solution of sodium chloride. അപ്പോൾ ആൻസർ നോക്കാം. ദ സിമ്പിൾ ഇക്വേഷൻസ് ഇൻ ബാലൻസ്ഡ് ഫോം ഫോർ ദ റിയാക്ഷൻസ് ആർ. അപ്പോൾ സിമ്പിൾ ഇക്വേഷനാണ് കൊടുത്തിരിക്കുന്നത്. സിമ്പിൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ബാലൻസ്ഡ് ഫോമിലാക്കി കാണിച്ചിരിക്കുകയാണ്. അവിടെ ബേരിയം ക്ലോറൈഡ് അവിടെ എന്താണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എന്താണ് വാട്ടറിൽ വാട്ടർ എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് അവിടെ അക്വസ്, അതായത് സൊല്യൂഷനിലാണ്. അപ്പോൾ അക്വസ് എന്ന് കൊടുത്തിരിക്കുന്നത്, അതിൻ്റെ സ്റ്റേറ്റ് അക്വസ് എന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എ ക്വസ്റ്റ്യൻ BaCl2 അക്വസ് പ്ലസ് Na2SO4 അക്വസ് ഗീവ്സ് PaSO4 സോളിഡ് പ്ലസ് 2NaCl അക്വസ്. അപ്പോൾ ബേരിയം ക്ലോറൈഡ് സോഡിയം സൾഫേറ്റുമായിട്ട് BaCl2 എന്ന് പറയുന്ന ബേരിയം ക്ലോറൈഡാണ്, Na2SO4 സോഡിയം സൾഫേറ്റ് ആണ്, BaSO4 എന്ന് പറയുന്ന ബേരിയം സൾഫേറ്റ് ആണ്, പിന്നെ സോഡിയം ക്ലോറൈഡ് എന്ന് പറയുമ്പോൾ NaCl. അപ്പോൾ നമുക്കറിയാം ബേരിയം അവിടെ 1, Cl2 നമുക്കറിയാം NaCl 2 Cl ഉണ്ട്, പിന്നെ Na2 NaCl 2 Na ഉണ്ട്, പിന്നെ SO4 അവിടെ ബാലൻസ്ഡ് ആണ്.
സെക്കൻഡ് ബി ക്വസ്റ്റ്യൻ, സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ ഇൻ വാട്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇൻ വാട്ടർ റിയാക്ട്സ് വിത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡ് സൊല്യൂഷൻ ഇൻ വാട്ടർ ടു പ്രൊഡ്യൂസ് സോഡിയം ക്ലോറൈഡ് ആൻഡ് വാട്ടർ. അവിടെ വാട്ടർ എന്ന് എടുത്ത് പറഞ്ഞിരിക്കുന്നത് അവിടെ അക്വസ് എന്നുള്ള സ്റ്റേറ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ വാട്ടർ എന്ന് അവിടെ ക്വസ്റ്റ്യനിൽ വാട്ടർ എന്ന് എടുത്ത് കാണിച്ചിരിക്കുന്നത്. ബി ആൻസർ, NaOH സോഡിയം ഹൈഡ്രോക്സൈഡ് NaOH അക്വസ് പ്ലസ് HCl അക്വസ് ഗീവ്സ് NaCl അക്വസ് പ്ലസ് H2O ലിക്വിഡ്. സോഡിയം ഹൈഡ്രോക്സൈഡ് ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് പ്രവർത്തിച്ച് എന്തുണ്ടാകുന്നു? സോഡിയം ക്ലോറൈഡും പിന്നെന്താണ് വാട്ടറും ഉണ്ടാകുന്നു. അവിടെ ഇക്വേഷൻ ബാലൻസ്ഡ് ആണ്, നമ്മൾ ബാലൻസ് ചെയ്യേണ്ട കാര്യമില്ല. ഫോർത്ത് ക്വസ്റ്റ്യൻ, എ സൊല്യൂഷൻ ഓഫ് ദ സബ്സ്റ്റൻസ് എക്സ് ഈസ് യൂസ്ഡ് ഫോർ വൈറ്റ് വാഷിംഗ്. അപ്പോൾ നമ്മൾ എക്സ് എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസ് നമ്മൾ വൈറ്റ് വാഷിങ്ങിന് ഉപയോഗിക്കുന്നു. അതിൻ്റെ സൊല്യൂഷനാണ് എക്സ് എന്ന് പറയുന്ന സബ്സ്റ്റൻസിൻ്റെ സൊല്യൂഷനാണ് നമ്മൾ വൈറ്റ് വാഷിങ്ങിന് ഉപയോഗിക്കുന്നത്. അതിൽ എ ക്വസ്റ്റ്യൻ, നെയിം ദ സബ്സ്റ്റൻസ് എക്സ് ആൻഡ് റൈറ്റ് ഇറ്റ്സ് ഫോമുല. അപ്പോൾ ഈ എക്സ് എന്ന് പറയുന്ന സബ്സ്റ്റൻസ് എഴുതുക, എന്നിട്ട് അതിൻ്റെ ഫോമുലയും നമ്മൾ എഴുതേണ്ടതാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എക്സ് എന്ന് പറയുന്ന കാൽഷ്യം ഓക്സൈഡാണ്. നമ്മളവിടെ വൈറ്റ് വാഷിങ്ങിന് ഉപയോഗിക്കുന്ന സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? കാൽഷ്യം ഓക്സൈഡാണ്. അതിന് നമ്മൾ എന്തെന്നും പറയുന്നു? ക്യുക്ലൈം എന്നും പറയുന്നു. ഓൾസോ കോൾഡ് ക്യുക്ലൈം എന്നും പറയാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫോമുല എന്ന് പറയുന്നത് CaO ആണ്, കാൽഷ്യം ഓക്സൈഡ്. അപ്പോൾ CaO ആണ് ഇതിൻ്റെ ഫോമുല. ഇനി നമുക്ക് ബി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റൈറ്റ് ദ റിയാക്ഷൻ ഓഫ് ദ സബ്സ്റ്റൻസ് എക്സ് വിത്ത് വാട്ടറുമായിട്ടുള്ള ഈ സബ്സ്റ്റൻസിൻ്റെ റിയാക്ഷനാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. അവിടെ CaO അതായത് കാൽഷ്യം ഓക്സൈഡ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് നമുക്ക് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ലഭിക്കുന്നു. അപ്പോൾ കാൽഷ്യം ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ ക്യുക്ലൈം ആണ്, പ്ലസ് വാട്ടറുമായിട്ട് പ്രവർത്തിച്ച് കാൽഷ്യം ഹൈഡ്രോക്സൈഡ്, അതായത് കാൽഷ്യം ഹൈഡ്രോക്സൈഡിനെ നമ്മൾ സ്ലാക്കറ്റ് ലൈം എന്നാണ് പറയുന്നത്. CaO പ്ലസ് H2O ഗീവ്സ് CaOH ട്വൈസ്. Fifth question, why is the amount of gas collected in one of the test tubes in activity 7 double of the amount collected in the other? Name the gas. അപ്പോൾ ആക്ടിവിറ്റി 7 നിങ്ങൾ ടെക്സ്റ്റിൽ നോക്കുക. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഒരു ടെക്സ്റ്റ് ട്യൂബിൽ കളക്ട് ചെയ്യുന്നതിൻ്റെ ഡബിൾ എമൗണ്ട് മറ്റേ ടെക്സ്റ്റ് ട്യൂബിൽ കളക്ട് ചെയ്യുന്നത്? ആ ഗ്യാസ് നമ്മൾ ഗ്യാസിൻ്റെ അവിടെ ഉണ്ടാകുന്ന ഗ്യാസിൻ്റെ പേരുകൾ നമ്മൾ പറയണം. ആൻസർ, വാട്ടർ H2O contains 2 parts ഹൈഡ്രജൻ ആൻഡ് 1 part ഓക്സിജൻ. അപ്പോൾ വാട്ടർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിൻ്റെ ഫോമുല എന്ന് പറയുന്നത് H2O ആണ്. അപ്പോൾ ആ H2Oയിൽ 2 ഹൈഡ്രജനും 1 ഓക്സിജനുമാണ് അടങ്ങിയിട്ടുള്ളത്. Therefore, the amount of hydrogen and oxygen produced during electrolysis of water is in a 2:1 ratio. അപ്പോൾ അവിടെ വൈദ്യുത വിശ്ലേഷണത്തിന് വിധേയമാക്കുമ്പോൾ വാട്ടറിനെ നമ്മൾ ഇലക്ട്രോളിസിസിന് വിധേയമാക്കുമ്പോൾ വൈദ്യുത വിശ്ലേഷണത്തിന് വിധേയമാക്കുമ്പോൾ അവിടെ ഹൈഡ്രജനും ഓക്സിജനും അതിൻ്റെ ആ എമൗണ്ട് എന്ന് പറയുന്നത് 2:1 റേഷ്യോയിലായിരിക്കും. ഡ്യൂറിങ് ഇലക്ട്രോളിസിസ്, സിൻസ് ഹൈഡ്രജൻ ഗോസ് ടു ഓൺ ടെസ്റ്റ് ട്യൂബ് ആൻഡ് ഓക്സിജൻ ഗോസ് ടു അനദർ, the amount of gas collected in one of the test tube is double of the amount collected in the other. അപ്പോൾ അവിടെ നമ്മൾ ഇലക്ട്രോളിസിസിന് നടക്കുന്ന സമയത്ത് ഇലക്ട്രോളിസിസിൻ്റെ ആ പ്രോസസ്സ് നടക്കുന്ന സമയത്ത് ഹൈഡ്രജൻ ഒരു ടെസ്റ്റ് ട്യൂബിൽ കളക്ട് ചെയ്യപ്പെടുകയും മറ്റേ ടെസ്റ്റ് ട്യൂബിൽ ഓക്സിജൻ കളക്ട് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ അവിടെ കളക്ട് ചെയ്യുന്ന എമൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു 2:1 റേഷ്യോയിലാണ് അല്ലേ. അപ്പോൾ കളക്ട് ചെയ്യുന്ന ആ എമൗണ്ട് എന്ന് പറയുന്നത് ഒരു ടെസ്റ്റ് ട്യൂബിലുള്ളതിൻ്റെ ഡബിളായിരിക്കും മറ്റേ ടെസ്റ്റ് ട്യൂബിൽ കളക്ട് ചെയ്യുന്നത്. അതായത് ഓക്സിജൻ ഒരു ടെസ്റ്റ് ട്യൂബിൽ കളക്ട് ചെയ്യുന്നുവെങ്കിൽ അതിൻ്റെ ഡബിളായിരിക്കും മറ്റേ ടെസ്റ്റ് ട്യൂബിൽ കളക്ട് ചെയ്യുന്നത്. കാരണം എന്താണ്? ഹൈഡ്രജൻ എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ 2 parts ആണ് ഹൈഡ്രജൻ അവിടെ കളക്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഡബിൾ എമൗണ്ട്, അതായത് ആ ഒരു ടെസ്റ്റ് ട്യൂബിൽ കളക്ട് ചെയ്യുന്നതിൻ്റെ ഡബിൾ എമൗണ്ട് ആയിരിക്കും അടുത്ത ടെസ്റ്റ് ട്യൂബിൽ കളക്ട് ചെയ്യുന്നത്. ആറാമത്തെ ക്വസ്റ്റ്യൻ, വെൻ യു മിക്സ് ദ സൊല്യൂഷൻസ് ഓഫ് ലെഡ് നൈട്രേറ്റ് ആൻഡ് പൊട്ടാസ്യം അയോഡൈഡ്. എ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ കളർ ഓഫ് ദ പ്രസിപ്പിറ്റേറ്റ് ഫോംഡ്? നെയിം ദ കോമ്പൗണ്ട് ഇൻവോൾവ്. അപ്പോൾ നമ്മൾ ഒരു ലെഡ് നൈട്രേറ്റിൻ്റെയും പൊട്ടാസ്യം അയോഡൈഡിൻ്റെയും സൊല്യൂഷൻസ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ, എന്ത് കളറാണ് അവിടെ ഉണ്ടാകുന്ന പ്രസിപ്പിറ്റേറ്റ്, അതായത് അതിൻ്റെ ആ ടെസ്റ്റ് ട്യൂബിന് അടിയിൽ അടിയുന്ന ആ ഒരു മിശ്രിതത്തിനെയാണ് നമ്മൾ പ്രസിപ്പിറ്റേറ്റ് എന്ന് പറയുന്നത്. ആ പ്രസിപ്പിറ്റേറ്റ് അവിടെ ഫോം ചെയ്യുന്ന പ്രസിപ്പിറ്റേറ്റിൻ്റെ കളർ എന്താണ്? ഇനി അവിടെ ഉണ്ടായി വരുന്ന കോമ്പൗണ്ടിൻ്റെ പേരും നമ്മൾ പറയണം. അപ്പോൾ അവിടെ പ്രസിപ്പിറ്റേറ്റ് എന്ന് പറയുന്നത് കളർ എന്ന് പറയുന്നത് യെല്ലോ കളറിലായിരിക്കും. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറാണ്, എ ക്വസ്റ്റ്യൻ്റെ ആൻസറാണ്. ദ പ്രസിപ്പിറ്റേറ്റ് ഈസ് യെല്ലോ ഇൻ കളർ. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന പ്രസിപ്പിറ്റേറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ കളർ യെല്ലോ ആയിരിക്കും. ദ കോമ്പൗണ്ട് ഈസ് ലെഡ് അയോഡൈഡ് വിത്ത് കെമിക്കൽ ഫോമുല PbI2. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന കോമ്പൗണ്ട് എന്ന് പറയുന്നത് ലെഡ് അയോഡൈഡ് ആണ്. അതിൻ്റെ കെമിക്കൽ ഫോമുല എന്ന് പറയുന്നത് എന്താണ്? PbI2. ഇനി ബി ക്വസ്റ്റ്യൻ, റൈറ്റ് എ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ഫോർ ദ റിയാക്ഷൻ. അപ്പോൾ നമ്മൾ അത് റിയാക്ഷന് ഒരു ബാലൻസ്ഡ് ഇക്വേഷൻ എഴുതുക. PbNO3 ട്വൈസ് അക്വസ് പ്ലസ് 2Ki അക്വസ് ഗീവ്സ് PbI2 സോളിഡ് പ്ലസ് 2KNO3 അക്വസ്. അപ്പോൾ ലെഡ് നൈട്രേറ്റ് പൊട്ടാസ്യം അയോഡൈഡുമായിട്ട് പ്രവർത്തിച്ച് അവിടെ പൊട്ടാസ്യം അയോഡൈഡും
ലെഡ് അയോഡൈഡും പിന്നെന്താണ് പൊട്ടാസ്യം നൈട്രേറ്റും ഉണ്ടാകുന്നു. അപ്പോൾ ലെഡ് അവിടെ ഒന്നാണ്, പി ബി എന്ന് പറയുന്നത് ലെഡിൻ്റെ സിമ്പൽ പി ബി ആണ്, പി ബി അവിടെ ഒരെണ്ണമാണുള്ളത്. അപ്പോൾ I2 അവിടെ 2Ki-യിൽ 2 I ഉണ്ട്, അപ്പോൾ അവിടെ I2 ക്ലിയറായി. NO3 ട്വൈസ് ആണ്, ആ NO3 KNO3-ൽ 2 കൊടുത്തിട്ടുണ്ട്, അപ്പോൾ NO3 ട്വൈസ് അവിടെ ക്ലിയറായി. പിന്നെ പൊട്ടാസ്യം 2 അതും അവിടെ ക്ലിയർ ആയിട്ടില്ല. അപ്പോൾ ഇക്വേഷൻ ബാലൻസ്ഡ് ആയിട്ടുണ്ട്. വാട്ട് ടൈപ്പ് ഓഫ് എ റിയാക്ഷൻ ഈസ് ദിസ്? അപ്പോൾ ഈ റിയാക്ഷൻ എന്ന് പറയാൻ നമ്മൾ നോട്ട്സിൽ നമ്മൾ പറഞ്ഞു, നോട്ട്സിലെല്ലാം റിയാക്ഷൻസിനെ പറ്റിയൊക്കെ നമ്മൾ വളരെ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ വേറൊന്നും വിശദീകരിച്ച് പോകുന്നില്ല, വീഡിയോ ലെങ്തി ആയി പോകുന്നുള്ളത് കൊണ്ട് തന്നെ വേറൊന്നും വിശദീകരിച്ച് പോകുന്നില്ല. സി വാട്ട് ടൈപ്പ് ഓഫ് എ റിയാക്ഷൻ ഓഫ് ദീസ്. അപ്പോൾ ഏത് ടൈപ്പിലുള്ള റിയാക്ഷനാണ് ഇത്? ഇതൊരു ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷനാണ്. എന്നാലും ഒന്നുകൂടെ പറയാം, ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, അവിടെ 2 ഡിഫറെൻറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് അവിടെ നടക്കുന്നു. അതായത് അവിടെ നോക്കിയാൽ നമുക്കറിയാൻ പറ്റും, ലെഡ് നൈട്രേറ്റ് എന്ത് ചെയ്യുന്നു, നേരെ പൊട്ടാസ്യം നൈട്രേറ്റായി മാറുന്നു. അവിടെ പൊട്ടാസ്യം അയോഡൈഡ് എന്തായിട്ട് മാറുന്നു, ലെഡ് അയോഡൈഡായിട്ട് മാറുന്നു. അതാണ് ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ്, അതായത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നു. അപ്പോൾ അതാണ് ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് എ ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ്. വൈ ഡസ് ദ കളർ ഓഫ് കോപ്പർ സൾഫേറ്റ് ചേഞ്ച് വെൻ ആൻ അയൺ നെയിൽ ഈസ് ഡിപ്ഡ് ഇൻ ഇറ്റ്? അപ്പോൾ എന്തുകൊണ്ടാണ് കോപ്പർ സൾഫേറ്റിൻ്റെ കളറ് ചേഞ്ച് ആവുന്നത്? ഒരു അയൺ നെയിൽ, അതായത് ഒരു ഇരുമ്പാണി നമ്മൾ അതിൽ ഡിപ്പ് ചെയ്ത് വയ്ക്കുമ്പോൾ എന്തുകൊണ്ടാണ് കോപ്പർ സൾഫേറ്റിൻ്റെ കളർ അവിടെ ചേഞ്ച് ആവുന്നത്? അപ്പോൾ നമുക്കറിയാം, കോപ്പർ സൾഫേറ്റ് എന്ന് പറഞ്ഞാൽ നീലത്തുരിശാണ്, അതിൻ്റെ കളർ എന്ന് പറയുന്നത് നീലയാണ്. അയൺ നെയിൽ അക്വേഴ്സ്, ആൻസർ ആണ് അയൺ നെയിൽ അക്വേഴ്സ് എ ബ്രൗൺ കോട്ടിംഗ് ഓഫ് കോപ്പർ ആസ് എ റിസൾട്ട് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. അവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ്റെ ഫലമായിട്ട് അവിടെ അയൺ നെയിലിൽ ഒരു ചെറിയൊരു ബ്രൗൺ കോട്ടിംഗ് അവിടെ ഉണ്ടാകുന്നുണ്ട്, അതായത് കോപ്പറിൻ്റെ ഒരു ബ്രൗൺ കോട്ടിംഗ് അവിടെ ഉണ്ടാകുന്നു. ദ സൊല്യൂഷൻ ബിക്കംസ് ലൈറ്റ് ഗ്രീൻ. അപ്പോൾ ആ സൊല്യൂഷൻ എന്ത് ചെയ്യുന്നു, അതോടൊപ്പം എന്ത് ചെയ്യുന്നു, ആ സൊല്യൂഷൻ അവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ നടക്കുമ്പോൾ ഈ അയൺ നെയിലിൽ ബ്രൗൺ കോട്ടിംഗ് ഉണ്ടാകുന്നതോടൊപ്പം അവിടെ എന്ത് ചെയ്യുന്നു, അവിടെ ഉള്ള ആ സൊല്യൂഷൻ, അതായത് ഈ കോപ്പർ സൾഫേറ്റിൻ്റെ സൊല്യൂഷൻ ലൈറ്റ് ഗ്രീൻ ആയിട്ട് മാറുകയും ചെയ്യുന്നു. അപ്പോൾ Fe പ്ലസ് CuSO4 ഗീവ്സ് FeSO4 പ്ലസ് Cu. അപ്പോൾ അയൺ പ്ലസ് കോപ്പർ സൾഫേറ്റ് ഗീവ്സ് അയൺ സൾഫേറ്റ് പ്ലസ് കോപ്പർ. അപ്പോൾ കോപ്പർ സൾഫേറ്റ് ബ്ലൂ കളറിലുള്ളതാണ്, നേരെ അയൺ സൾഫേറ്റായിട്ട് മാറുമ്പോഴാണ് അത് ഗ്രീൻ കളറായിട്ട് മാറുന്നത്. 8th ക്വസ്റ്റ്യൻ, ഗീവ് 1 എക്സാമ്പിൾ ഓഫ് ദ ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. അപ്പോൾ ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷന് ഒരു എക്സാമ്പിൾ എഴുതുക. സോഡിയം കാർബണേറ്റ് റിയാക്ട്സ് വിത്ത് കാൽഷ്യം ക്ലോറൈഡ് ടു ഫോം കാൽഷ്യം കാർബണേറ്റ് ആൻഡ് സോഡിയം ക്ലോറൈഡ് ബൈ Na2CO3. സോഡിയം കാർബണേറ്റ് കാൽഷ്യം ക്ലോറൈഡുമായിട്ട് പ്രവർത്തിച്ച് കാൽഷ്യം കാർബണേറ്റും പിന്നെന്തുമായിട്ട് മാറുന്നു, സോഡിയം ക്ലോറൈഡുമായിട്ട് മാറുന്നു. Na2CO3 പ്ലസ് CaCl2 ഗീവ്സ് CaCO3 പ്ലസ് NaCl. അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട്, കാരണം എന്താണ്, Na2CO3 എന്നുള്ളത് CaCO3 ആയി, CaCl എന്നുള്ളത് NaCl ആയി. അപ്പോൾ അവിടെ ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷനാണ് അവിടെ നടക്കുന്നതെന്ന് നമുക്ക് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം. സോഡിയം കാർബണേറ്റ് കാൽഷ്യം ക്ലോറൈഡുമായിട്ട് പ്രവർത്തിച്ച് കാൽഷ്യം കാർബണേറ്റും സോഡിയം ക്ലോറൈഡുമായിട്ട് മാറുന്നു. ഇൻ ദിസ് റിയാക്ഷൻ സോഡിയം കാർബണേറ്റ് ആൻഡ് കാൽഷ്യം ക്ലോറൈഡ് എക്സ്ചേഞ്ച് അയോൺസ് ടു ഫോം ടു ന്യൂ കോമ്പൗണ്ട്സ്. അവിടെ എന്താണ്, സോഡിയം കാർബണേറ്റും കാൽഷ്യം ക്ലോറൈഡും അയോൺസ് എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ അവിടെ പുതിയ 2 കോമ്പൗണ്ട്സ് അവിടെ ഫോം ചെയ്യുന്നു. ഇതാണ് ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്. 2 ന്യൂ കോമ്പൗണ്ട്സ് അവിടെ ഫോം ചെയ്യുന്നു. ഹെൻസ് ഇറ്റ് ഈസ് എ ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. അതുകൊണ്ടാണ് ഇതിന് നമ്മൾ ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്. 9th question, identify the substances that are oxidized and the substances that are reduced in the following reactions. അപ്പോൾ താഴെ 2 റിയാക്ഷൻസ് തന്നിട്ടുണ്ട്. അതിൽ നമ്മൾ ഏതാണ് ഓക്സിഡൈസ് ആവുന്നതെന്നും ഏതാണ് റെഡ്യൂസ്ഡ് ആവുന്നതെന്നും നമ്മൾ പറയണം. അപ്പോൾ നമ്മൾ പഠിച്ചു ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻസ്, അതായത് റിഡോക്സ് റിയാക്ഷൻ നമ്മൾ പഠിച്ചു. അപ്പോൾ അതിൽ വരുന്നതാണ് എ ക്വസ്റ്റ്യൻ 4Na പ്ലസ് O2 ഗീവ്സ് 2Na2O. അപ്പോൾ അതിൽ നമുക്ക് നോക്കുമ്പം അറിയാൻ സാധിക്കും, ഇൻ ദിസ് റിയാക്ഷൻ ആൻസർ കൊടുത്തിട്ടുണ്ട്. ഇൻ ദിസ് റിയാക്ഷൻ സോഡിയം ഈസ് ഓക്സിഡൈസ്ഡ് ടു സോഡിയം ഓക്സൈഡ്. അപ്പോൾ അവിടെ സോഡിയമാണ് ഓക്സിഡൈസ്ഡ് ആവുന്നത്, കാരണം എന്താണ്, അത് സോഡിയം ഓക്സൈഡായിട്ട് മാറുന്നു. ദിസ് മീൻസ് ദാറ്റ് ഓക്സിജൻ ഗെറ്റ് റെഡ്യൂസ്ഡ്. അപ്പോൾ ഓക്സിജൻ വന്ന് എവിടെ ചേർന്നു, സോഡിയത്തിനോടൊപ്പം ചേർന്നിട്ടുണ്ട്. അപ്പോൾ ആ ഓക്സിജൻ അവിടെ റെഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സോഡിയം ഓക്സിഡൈസ്ഡ് ആവുകയും ഓക്സിജൻ റെഡ്യൂസ്ഡ് ആവുകയും ചെയ്യുന്നു. ഇനി ബി, CuO പ്ലസ് H2 ഗീവ് Cu പ്ലസ് H2O. അവിടെ ആ റിയാക്ഷൻ ബി, ഇൻ ദിസ് റിയാക്ഷൻ ഹൈഡ്രജൻ ഈസ് ഓക്സിഡൈസ്ഡ് ടു ഫോം വാട്ടർ വൈൽ കോപ്പർ ഓക്സൈഡ് ഈസ് റെഡ്യൂസ്ഡ് ടു കോപ്പർ. അപ്പോൾ ഈ സെക്കൻഡ് റിയാക്ഷനിൽ
കോപ്പർ ഓക്സൈഡ് റിഡക്ഷൻ, അതായത് കോപ്പർ ഓക്സൈഡ് അവിടെ എന്ത് ചെയ്യുന്നു, കോപ്പർ ഓക്സൈഡ് അവിടെ നിന്നും ഓക്സിജൻ എന്ത് ചെയ്യുന്നു, റെഡ്യൂസ് ചെയ്യപ്പെടുന്നു. അതുപോലെ എന്ത് ചെയ്യുന്നു, ഹൈഡ്രജൻ എന്ത് ചെയ്യുന്നു, ഓക്സിഡൈസ് ചെയ്യുന്നു. അതായത് ഹൈഡ്രജൻ അവിടെ ഒരു ഓക്സിജൻ ചേരുന്നു. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് അവിടെ വാട്ടർ കിട്ടുന്നത്. അപ്പോൾ അവിടെ ഹൈഡ്രജൻ ഓക്സിഡൈസ് ചെയ്യപ്പെടുകയും കോപ്പർ ഓക്സൈഡ് റെഡ്യൂസ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. കോപ്പറാണ് അവിടെ റെഡ്യൂസ് ചെയ്യപ്പെടുകയും കോപ്പർ ഓക്സൈഡ് കോപ്പറായിട്ട് അവിടെ റെഡ്യൂസ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. 10th question, magnesium ribbon burns with a dazzling flame in air or oxygen and changes to a white substance, magnesium oxide. Is magnesium being oxidized or reduced in this reaction? അപ്പോൾ magnesium ribbon നമ്മൾ ഒരു പിന്നെ അതായത് എയറിൽ വെച്ചിട്ട് ഫ്ലെയിമിൽ കാണിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഓക്സിജൻ്റെ സാന്നിധ്യത്തിൽ നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ ആൻഡ് ചേഞ്ചസ് ടു എ വൈറ്റ് സബ്സ്റ്റൻസ്, മെഗ്നീഷ്യം ഓക്സൈഡ്, അവിടെ നമുക്കൊരു വൈറ്റ് സബ്സ്റ്റൻസ് ആയ മെഗ്നീഷ്യം ഓക്സൈഡ് എന്ന് പറയുന്ന ഒരു വൈറ്റ് സബ്സ്റ്റൻസ് ആയിട്ട് അവിടെ ചേഞ്ച് ചെയ്യുന്നതായിട്ട് കാണാം. ഈസ് മെഗ്നീഷ്യം ബീയിങ്, അവിടെ മെഗ്നീഷ്യം ആ പ്രോസസ്സിൽ മെഗ്നീഷ്യം ഓക്സിഡൈസ് ആവുകയാണോ റെഡ്യൂസ് ചെയ്യപ്പെടുകയാണോ ചെയ്യുന്നത് എന്നാണ് പറയേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അതിൻ്റെ ഇക്വേഷൻ എഴുതാം. ദ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ഈസ് 2Mg + O gives 2MgO. അവിടെ മെഗ്നീഷ്യവും ഓക്സിജനുമായിട്ട് പ്രവർത്തിച്ച് അവിടെ മെഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ടാകുന്നു. അവിടെ എന്ത് ചെയ്യപ്പെടുന്നു, ഓക്സിഡൈസ് ചെയ്യപ്പെടുകയാണ് അല്ലേ, മെഗ്നീഷ്യം ഓക്സിഡൈസ് ചെയ്യപ്പെടുകയാണ് ചെയ്യണം. യെസ്, മെഗ്നീഷ്യം ഗെറ്റ്സ് ഓക്സിഡൈസ്ഡ് ടു ഫോം മെഗ്നീഷ്യം ഓക്സൈഡ്. അപ്പോൾ മെഗ്നീഷ്യം ഓക്സിഡൈസ്ഡ് ആയി മെഗ്നീഷ്യം ഓക്സൈഡായിട്ട് ഫോം ചെയ്യുന്നു ഈ റിയാക്ഷനിൽ. ദാറ്റ് ഈസ് ദ ടോട്ടൽ മാസ് ഓഫ് റിയാക്ടൻസ് ഈസ് ദ സെയിം ആസ് ദ ടോട്ടൽ മാസ് ഓഫ് പ്രോഡക്ട്സ്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് നമ്മൾ ബാലൻസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്, അതായത് ടോട്ടൽ മാസ് ഓഫ് റിയാക്ടൻസിൻ്റെ ടോട്ടൽ മാസ് എന്ന് പറയുന്നത് ഏതിന് സെയിം ആയിരിക്കണം, പ്രോഡക്ട്സിൻ്റെ ടോട്ടൽ മാസിന് സെയിം ആയിരിക്കണം. ഇറ്റ് ഇംപ്ലൈസ് മാസ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡെസ്ട്രോയിഡ് ഡ്യൂറിങ് എ കെമിക്കൽ റിയാക്ഷൻ. ഇതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ്, മാസ് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, ക്രിയേറ്റ് ചെയ്യാനോ ഡെസ്ട്രോയ് ചെയ്യാനോ സാധിക്കില്ല. ഒരു കെമിക്കൽ റിയാക്ഷനിൽ മാസിനെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, നിർമ്മിക്കാൻ സാധിക്കില്ല, നശിപ്പിക്കാനും സാധ്യമല്ല. 11th question, which of the statements about the reaction below are incorrect? താഴെ തന്നിരിക്കുന്ന ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട്. അതിൽ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഏതാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ളതെന്ന് പറയണം. അപ്പോൾ lead is getting reduced, carbon dioxide is getting reduced, carbon dioxide is getting oxidized, carbon is getting oxidized, lead oxide is getting reduced. അപ്പോൾ നമുക്കവിടെ അറിയാം ലെഡ് ഓക്സൈഡിൽ നിന്നാണ് ഒരു ഓക്സിജൻ കുറയുന്നത്. അപ്പോൾ ലെഡ് ഓക്സൈഡ് ഈസ് ഗെറ്റിംഗ് റെഡ്യൂസ്ഡ്. ഇനി കാർബണിലാണ് ഒരു ഓക്സിജൻ വന്നു ചേരുന്നത്. അപ്പോൾ കാർബൺ ആണ് അവിടെ ഓക്സിഡൈസ്ഡ് ആവുന്നത്. പക്ഷേ ഇവിടെ ആദ്യത്തെ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ലെഡ് ഈസ് ഗെറ്റിംഗ് റെഡ്യൂസ്ഡ് എന്നാണ്. അപ്പോൾ ലെഡിൽ നിന്ന് എന്ത് ചെയ്യില്ല, ഓക്സിജൻ റെഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് തെറ്റാണ്. കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് ഗെറ്റിംഗ് ഓക്സിഡൈസ്ഡ്. ഇനി കാർബൺ ഡൈ ഓക്സൈഡിൽ ഇനി പിന്നെയും ഓക്സിഡൈസ്ഡ് ആവാൻ പറ്റില്ല. അപ്പോൾ അത് തെറ്റായ സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ എയും ബിയും ആണ് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ആൻസർ എന്ന് പറയുന്നത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റാണ്, എ ആൻഡ് ബി എന്നുള്ളതാണ് ആൻസർ. 12ാമത്തെ ക്വസ്റ്റ്യൻ, Fe2O3 + 2Al gives Al2O3 + 2Fe. അപ്പോൾ അയൺ ഓക്സൈഡ് അലുമിനിയമായിട്ട് പ്രവർത്തിച്ചിട്ട് എന്തുണ്ടാവുന്നു, അലുമിനിയം ഓക്സൈഡും പിന്നെ എന്തുണ്ടാവുന്നു, അയണുമായിട്ട് മാറുന്നു. ദ എബോവ് റിയാക്ഷൻ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ. അപ്പോൾ ഈ എബോവ് റിയാക്ഷൻ തന്നിരിക്കുന്ന റിയാക്ഷൻ ഏതിന് എക്സാമ്പിൾ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കോമ്പിനേഷൻ റിയാക്ഷൻ ആണോ, ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ ആണോ, ഡീകമ്പോസിഷൻ റിയാക്ഷൻ ആണോ, ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ്, ദ ഗിവൺ റിയാക്ഷൻ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. അവിടെ എന്ത് ചെയ്യുന്നു, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നു, ഡിസ്പ്ലേസ് ചെയ്യപ്പെടുന്നു. അവിടെ എന്താണ്, സ്ഥാനമാറ്റം ഉണ്ടാവുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എന്ന് പറയാം. 13th question, what happens when dilute hydrochloric acid is added to iron filings? Tick the correct answer. അപ്പോൾ ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് നമ്മൾ അയൺ ഫൈലിങ്സിൽ ചേർത്ത് കൊടുത്താൽ എന്ത് സംഭവിക്കും? കറക്റ്റ് ആൻസർ ടിക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ എ എന്ന് പറയുന്നത് ഹൈഡ്രജൻ ഗ്യാസ് ആൻഡ് അയൺ ക്ലോറൈഡ് ആർ പ്രൊഡ്യൂസ്ഡ്. Chlorine gas and iron hydroxide are produced. No reaction takes place. Iron salt and water are produced. അപ്പോൾ ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡും അയൺ ഫൈലിങ്സും ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അയൺ എന്ന് പറയുമ്പോൾ എന്താണ്, Fe + HCl. അപ്പോൾ നമുക്കറിയാം എന്താണ്, അയൺ ക്ലോറൈഡും പിന്നെന്താണ്, ഹൈഡ്രജനും ആയിരിക്കും അവിടെ ഉണ്ടായി വരുന്നത്. അപ്പോൾ Fe + ഹൈഡ്രജൻ ഗ്യാസ് ആൻഡ് അയൺ ക്ലോറൈഡ് ആർ produced. The reaction is as follows. അപ്പോൾ അവിടെ റിയാക്ഷൻ പറഞ്ഞിട്ടുണ്ട്, Fe + 2HCl gives FeCl2 + H2.
14th question, what is a balanced chemical equation? Why should chemical equations be balanced? എന്താണ് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ് നമ്മൾ കെമിക്കൽ ഇക്വേഷൻ എപ്പോഴും ബാലൻസ്ഡ് ആയിരിക്കണം എന്ന് ബാലൻസ്ഡ് ആയിരിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണ്? A reaction which has an equal number of atoms of all the elements on both sides of the chemical equation is called a balanced chemical equation. അപ്പോൾ ഒരു റിയാക്ഷനിൽ ബോത്ത് സൈഡ്സ്, അതായത് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഒരേ ഈക്വൽ നമ്പർ ഓഫ് ആറ്റംസ്, എല്ലാ എലമെൻസിൻ്റെയും ഈക്വൽ നമ്പർ ഓഫ് ആറ്റംസ് പ്രസൻ്റ് ആയിരിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബാലൻസ്ഡ് കെമിക്കൽ. ആ ഇക്വേഷനെയാണ് നമ്മൾ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. The law of conservation of mass states that the mass can neither be created nor be destroyed. അപ്പോൾ എന്താണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്ന് പറയുന്നത്? നമുക്ക് മാസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നിർമ്മിക്കാനോ നശിപ്പിക്കാനോ സാധ്യമല്ല. ഹെൻസ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ ദ ടോട്ടൽ മാസ് ഓഫ് റിയാക്ടൻസ് ഷുഡ് ബി ഈക്വൽ ടു ദ ടോട്ടൽ മാസ് ഓഫ് പ്രോഡക്ട്സ്. അതുകൊണ്ട് തന്നെ ഒരു കെമിക്കൽ റിയാക്ഷനിൽ റിയാക്ടൻസിൻ്റെ ടോട്ടൽ മാസ് എന്ന് പറയുന്നത് ഏതിന് ഈക്വൽ ആയിരിക്കണം? പ്രോഡക്ട്സിൻ്റെ ടോട്ടൽ മാസിന് ഈക്വൽ ആയിരിക്കണം. It means that the total number of atoms of each element should be equal on both sides of a chemical equation. അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ആറ്റത്തിൻ്റെയും ഓരോ എലമെൻറ്റിൻ്റെയും ആറ്റംസ്, ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് എന്ന് പറയുന്നത് രണ്ട് സൈഡ്സിലും, ഒരു കെമിക്കൽ ഇക്വേഷനിൽ രണ്ട് സൈഡ്സിലും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. ഹെൻസ് ഇറ്റ് ഈസ് ഫോർ ദിസ് റീസൺ ദാറ്റ് കെമിക്കൽ ഇക്വേഷൻസ് ഷുഡ് ബി ബാലൻസ്ഡ്. ഈ കാരണം കൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? കെമിക്കൽ ഇക്വേഷൻസ് എപ്പോഴും ബാലൻസ്ഡ് ആയിരിക്കണം എന്ന് പറയുന്നത്. 15th question, translate the following statements into chemical equations and then balance them. അപ്പോൾ നമ്മൾ താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കെമിക്കൽ ഇക്വേഷൻസ് ആക്കി അതിനെ ബാലൻസ് ചെയ്യുക. ഹൈഡ്രജൻ ഗ്യാസ് കമ്പൈൻസ് വിത്ത് നൈട്രജൻ ടു ഫോം അമോണിയ. 3H2 + N2 gives 2NH3. അപ്പോൾ അവിടെ ബാലൻസ്ഡ് ആണ്, വേറൊന്നും പറയാനില്ല. ബി, ഹൈഡ്രജൻ സൾഫൈഡ് ഗ്യാസ് ബേൺസ് ഇൻ എയർ ടു ഗീവ് വാട്ടർ ആൻഡ് സൾഫർ ഡൈ ഓക്സൈഡ്. ഹൈഡ്രജൻ സൾഫൈഡ് എന്ന് പറയുമ്പോൾ H2S ആണ്, ഓക്സിജൻ എന്ന് പറയുമ്പോൾ O2 ആണ്, പിന്നെ വാട്ടർ എന്ന് പറയുമ്പോൾ H2O, സൾഫർ ഡൈ ഓക്സൈഡ് എന്ന് പറയുമ്പോൾ SO2. 2H2S + 3O2 gives 2H2O + 2SO2. ഇനി സി ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ബേരിയം ക്ലോറൈഡ് റിയാക്ട്സ് വിത്ത് അലുമിനിയം സൾഫേറ്റ് ടു ഗീവ് അലുമിനിയം ക്ലോറൈഡ് ആൻഡ് പ്രസിപ്പിറ്റേറ്റ് ഓഫ് ബേരിയം സൾഫേറ്റ്. ബേരിയം ക്ലോറൈഡ് എന്ന് പറയുമ്പോൾ BaCl2, അലുമിനിയം സൾഫേറ്റ് എന്ന് പറയുമ്പോൾ Al2SO4 ത്രൈസ്, അലുമിനിയം ക്ലോറൈഡ് എന്ന് പറയുമ്പോൾ AlCl3, ദെൻ ബേരിയം സൾഫേറ്റ് എന്ന് പറയുമ്പോൾ BaSO4. അവിടെ 3BaCl2 + Al2SO4 ത്രൈസ് ഗീവ്സ് 2AlCl3 + 3BaSO4. D question, potassium metal reacts with water to give potassium hydroxide and hydrogen gas. Potassium metal എന്ന് പറയുമ്പോൾ K, പൊട്ടാസ്യം എന്ന് പറയുമ്പോൾ K, പിന്നെ വാട്ടർ എന്ന് പറയുമ്പോൾ H2O, KOH എന്ന് പറയുമ്പോൾ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് + ഹൈഡ്രജൻ. അപ്പോൾ 2K + 2H2O gives 2KOH + H2. 16th question, balance the following chemical equations. HNO3 + CaOH twice gives CaNO3 twice + H2O. അവിടെ നൈട്രേറ്റ് എന്ന് പറയുമ്പോൾ NO3, നൈട്രേറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ഇപ്പോൾ CaNO3 ട്വൈസ് ഉണ്ട്, അവിടെ NO3 ഇല്ല. ഒരു NO3 ഉള്ളൂ. അപ്പോൾ അത് ബാലൻസ്ഡ് അല്ല. അപ്പോൾ അത് ബാലൻസ്ഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് A question, 2HNO3 + CaOH twice gives CaNO3 twice + 2H2O. B question, NaOH + H2SO4 gives Na2SO4 + H2O. അപ്പോൾ NaOH എന്ന് പറയുമ്പോൾ അവിടെ കണ്ടോ, അവിടെ ബാലൻസ്ഡ് അല്ല. കാരണം SO4 H2 എന്ന് പറയുമ്പോഴത്തേക്ക് ഹൈഡ്രജൻ അവിടെ 2 ഉള്ളൂ. അപ്പോൾ അത് നമ്മൾ ബാലൻസ് ചെയ്യണം. അപ്പോൾ ഇത് എഴുതി പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. എഴുതി പഠിക്കുക. B, 2NaOH + H2SO4 gives Na2SO4 + 2H2O. അപ്പോഴാണ് അത് ബാലൻസ്ഡ് ആവുന്നത്. ഓരോ എലമെൻറ്റും ടോട്ടൽ നമ്പർ എന്ന് പറയുന്നത് അതിൻ്റെ ബോത്ത് സൈഡ്സിൽ ഈക്വൽ നമ്പർ ആണോ എന്ന് നിങ്ങൾ നോക്കുക. നോക്കിയതിന് ശേഷം ബാലൻസ് ചെയ്യുക. അപ്പോൾ ബാലൻസ് ചെയ്തതിന് ശേഷവും നിങ്ങൾ നന്നായിട്ട് നോക്കുക, എല്ലാ എലമെൻറ്റ്സും കറക്റ്റായിട്ടാണോ ബാലൻസ് ചെയ്തിരിക്കുന്നതെന്ന് ഒന്നുകൂടെ നോക്കിയതിന് ശേഷം വേണം അത് നമ്മൾ ക്ലിയർ ചെയ്യാൻ. സി, NaCl + AgNO3 gives AgCl + NaNO3. ആൻസർ NaCl + AgNO3 gives AgCl + NaNO3. അവിടെ ബാലൻസ്ഡ് തന്നെയാണ്. ഡി ക്വസ്റ്റ്യൻ, BaCl2 + H2SO4 gives BaSO4 + HCl. ബാലൻസ്ഡ് ഇക്വേഷൻ BaCl2 + H2SO4 gives BaSO4 + 2HCl. അവിടെ HCl 2HCl എന്ന് കൊടുക്കണം, എങ്കിൽ മാത്രമേ അവിടെ ബാലൻസ്ഡ് ആവുകയുള്ളൂ. 17th question, write the balanced chemical equations for the following reactions.
അപ്പോൾ താഴെ തന്നിരിക്കുന്ന റിയാക്ഷൻസിന് നമ്മൾ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻസ് എഴുതുക. എ ക്വസ്റ്റ്യൻ, കാൽഷ്യം ഹൈഡ്രോക്സൈഡ് പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് ഗീവ്സ് കാൽഷ്യം കാർബണേറ്റ് പ്ലസ് വാട്ടർ. അപ്പോൾ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുമ്പോൾ CaOH ട്വൈസ് പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുമ്പോൾ CO2 ആണ്. കാൽഷ്യം കാർബണേറ്റ് CaCO3, വാട്ടർ എന്ന് പറയുമ്പോൾ H2O. അപ്പോൾ CaOH ട്വൈസ് പ്ലസ് CO2 ഗീവ്സ് CaCO3 പ്ലസ് H2O. അവിടെ ബാലൻസ്ഡ് ആണ്. ബി ക്വസ്റ്റ്യൻ, സിങ്ക് പ്ലസ് സിൽവർ നൈട്രേറ്റ് ഗീവ് സിങ്ക് നൈട്രേറ്റ് പ്ലസ് സിൽവർ. സിങ്ക് എന്ന് പറയുമ്പോൾ Zn പ്ലസ് സിൽവർ നൈട്രേറ്റ് എന്ന് പറയുമ്പോൾ AgNO3 ഗീവ്സ് സിങ്ക് നൈട്രേറ്റ് എന്ന് പറയുമ്പോൾ ZnNO3. പിന്നെ സിൽവർ എന്ന് പറയുമ്പോൾ Ag. അപ്പോൾ Zn പ്ലസ് 2AgNO3 ഗീവ്സ് ZnNO3 ട്വൈസ് പ്ലസ് 2Ag. ഇനി സി, അലുമിനിയം പ്ലസ് കോപ്പർ ക്ലോറൈഡ് ഗീവ്സ് അലുമിനിയം ക്ലോറൈഡ് പ്ലസ് കോപ്പർ. അലുമിനിയം എന്ന് പറയുമ്പോൾ Al, പിന്നെ കോപ്പർ ക്ലോറൈഡ് എന്ന് പറയുമ്പോൾ CuCl2, പിന്നെ അലുമിനിയം ക്ലോറൈഡ് എന്ന് പറയുമ്പോൾ AlCl3 പ്ലസ് കോപ്പർ എന്ന് പറയുമ്പോൾ Cu. അപ്പോൾ 2Al പ്ലസ് 3CuCl2 ഗീവ്സ് 2AlCl3 പ്ലസ് 3Cu. അപ്പോഴാണ് അത് ബാലൻസ്ഡ് ആവുന്നത്. ഡി, ബേരിയം ക്ലോറൈഡ് പ്ലസ് പൊട്ടാസ്യം സൾഫേറ്റ് ഗീവ്സ് ബേരിയം സൾഫേറ്റ് പ്ലസ് പൊട്ടാസ്യം ക്ലോറൈഡ്. ബേരിയം ക്ലോറൈഡ് എന്ന് പറയുമ്പോൾ BaCl2 പ്ലസ് പൊട്ടാസ്യം സൾഫേറ്റ് എന്ന് പറയുമ്പോൾ K2SO4 ഗീവ്സ് ബേരിയം സൾഫേറ്റ് എന്ന് പറയുമ്പോൾ BaSO4 പ്ലസ് പൊട്ടാസ്യം ക്ലോറൈഡ് എന്ന് പറയുമ്പോൾ KCl. അപ്പോൾ ആൻസർ BaCl2 പ്ലസ് K2SO4 ഗീവ്സ് BaSO4 പ്ലസ് 2KCl. അപ്പോൾ 17 ക്വസ്റ്റ്യനാണ് ഞാൻ ഈ പാർട്ടിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇനി ബാക്കി ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് അടുത്ത പാർട്ടിലായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇത് നിങ്ങൾ ആവശ്യമുള്ളവർ, ഇപ്പോൾ നോട്ട്സ് ഒക്കെ ആവശ്യമുള്ളവർ, ഇപ്പോൾ കൊറോണയൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ ട്യൂഷൻ ക്ലാസ് ഉണ്ടാവാൻ സാധ്യത കുറവാണ്, ഓൺലൈനാണ്, എല്ലാം ഓൺലൈനായിട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നോട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ വീഡിയോ പാസ് ചെയ്ത് അത് നോട്ട്സ് നിങ്ങൾ എഴുതിയെടുക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്. Tell me pretty lies, look me in the face, tell me that you love me, even if it's fake.